ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3 മായക്കാഴ്ചകൾ, ചിത്രശലഭങ്ങൾ. ഇന്ത്യയിലെ നാടക മിഷനറി എന്ന് വിളിക്കാവുന്ന നാടക പ്രചാരകനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ പ്ലാവിലത്തൊപ്പികൾ എന്ന നാടക സമാഹാരത്തിലെ ഒരു നാടകമാണ് പാഠഭാഗം ചിത്രശലഭങ്ങൾ. രംഗം 1. കാട്, മരങ്ങളും ചെടികളും ഇടതിങ്ങി വളർന്നു നിൽക്കുന്നതിനിടയ്ക്കുള്ള ചെറിയ ഒരു വെളിമ്പ്രദേശം. പല ദിക്കുകളിൽ നിന്ന് 5 മാലാഖമാർ കടന്നുവരുന്നു. ആരെയോ തേടി നടക്കുന്ന മട്ടാണ്. ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മറുവിളി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. രംഗത്തിൻ്റെ പിന്നറ്റത്ത് ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ പ്രതിമയായി നൃത്തത്തിൻ്റെ രീതിയിൽ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി. രംഗത്ത് വ്യാപരിക്കുന്നവർ ആരും ആദ്യം അത് ശ്രദ്ധിക്കുന്നില്ല. 5 മാലാഖമാർ തമ്മിലുള്ള സംഭാഷണമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ആൾ പറയുന്നു, എങ്ങും കാണുന്നില്ലല്ലോ, എവിടെയെല്ലാം തേടി? ഒരിടത്തുമില്ല. കാട്ടുപൂഞ്ചോലക്കരയിൽ, തേക്കുകാടുകളിൽ, പുൽമേടിൻ പള്ളത്തിൽ, പകൽവെട്ടം വീഴാത്ത തമാല വനങ്ങളിൽ, ഇരുണ്ട ഗുഹാന്തരങ്ങളിൽ, ഇവിടെയും അവിടെയും എല്ലായിടവും തേടി. എല്ലാവരും ഒപ്പം പറയുന്നു, എങ്ങും എങ്ങും ഇല്ല. അവർ കൂട്ടം കൂടി പരസ്പരം നോക്കി തലകൾ നീട്ടി ഉത്തരം തിരക്കുന്ന മട്ടിൽ. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ ചോദിച്ചു, ഇനി എന്താ ചെയ്യുക? വളരെ ദൂരെയല്ലാതെ ഒരു സിംഹത്തിൻ്റെ ഗർജനം. മാലാഖമാർ ഞെട്ടിത്തിരിയുന്നു. മാലാഖ 5, മൃഗരാജ ഗർജനം. മാലാഖ 3, എനിക്ക് പേടിയാകുന്നു. ഒരുപക്ഷേ മറ്റെല്ലാവരും എന്താണെന്നാണ്? മാലാഖ 1, കൊന്നു തിന്നിരിക്കുമോ? മാലാഖ 2, ഭയത്തോടെ, ആര്? മറുപടിയായി വീണ്ടും ഗർജനം. മാലാഖ 4, നാം ഇവിടെ വരേണ്ടിയിരുന്നില്ല. മാലാഖ 1, അവളെ കൂടാതെ തിരിച്ചു പോകാനോ? മാലാഖ 2 വീണ്ടും പറയുന്നു, അയ്യോ, അതു പാടില്ല. മാലാഖ 4, നമ്മെ വിട്ട് എന്തിനവൾ? മൂന്നാമത്തെ മാലാഖ പറയുകയാണ്, ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ? മാലാഖ 4, അതിന് ഈ പെരുങ്കാട്ടിനകത്ത് വന്നു വേണമോ ഒളിക്കാൻ? ഒന്നാമത്തെ മാലാഖ പറയുന്നു, നമുക്ക് വീണ്ടും നോക്കാം. മാലാഖ 3, എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം, എന്താ? മാലാഖ 4, ശരി. എല്ലാവരും ചേർന്ന് വളരെ ദൂരെ കേൾക്കാൻ തക്കവിധത്തിൽ തോഴി തോഴി തോഴി. ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു കേൾക്കുക മാത്രം ചെയ്യുന്നു. മാലാഖമാർ നിരാശരായി. മാലാഖ 5, ഇനി എന്തു ചെയ്യും? ഒരു ചിത്രശലഭം, ആ ചിറകുകളും വേഷവും അണിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി നൃത്തത്തിനനുയോജ്യമായ ചലനങ്ങളോടെ അവരുടെ ഇടയിലൂടെ പ്രവേശിക്കുന്നു. അതുകണ്ട് മാലാഖ 1 പറയുകയാണ്, ആ, അതാ ഒരു ശലഭം. മാലാഖ 3, ഹാ, എത്ര നല്ല നിറം. മാലാഖ 2, മനോഹരം. മാലാഖ 5, ഭംഗിയുള്ള ശലഭം. മാലാഖ 4, നമുക്കതിനെ പിടിക്കാം. മാലാഖമാർ ശലഭത്തെ പിടിക്കാൻ ശ്രമിക്കുന്നു. അതവരിൽ നിന്നു തെന്നി മാറുന്നു. അവരുടെ മൊത്തം ചലനങ്ങൾ ഒരു നൃത്തത്തിൻ്റെ മനോഹാരിത കൈക്കൊള്ളുന്നു. ശലഭം പറന്നു മറയുന്നു. മാലാഖമാർ നിരാശരായി നിൽക്കുന്നു. വീണ്ടും മാലാഖമാർ തമ്മിലുള്ള സംഭാഷണമാണ്. പോയി, പറന്നേ പോയി. വന്ന കാര്യം മറന്ന്
നമ്മൾ അതിന്റെ പിന്നാലെ പോയി. അതാ കിട്ടാതെ വന്നത്. മാലാഖ 1 പറഞ്ഞു. നിറം കണ്ട് നമ്മളും ഭ്രമിച്ചുപോയി. മാലാഖ 5 ദീർഘനിശ്വാസത്തോടെ, കഷ്ടമായി. നമുക്ക് വീണ്ടും തിരയാം. മാലാഖമാരിൽ 4-മത്തെ ആൾ പറഞ്ഞു. അവർ രംഗത്താകെ വീണ്ടും വ്യാപരിക്കുന്നു. തോഴി എന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. മാലാഖ 4 രംഗത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പ്രതിമയെ കാണുന്നു. ഉറക്കെ ഒരാഹ്ലാദ ശബ്ദം പുറപ്പെടുവിക്കുന്നു. മാലാഖ 4 ഇതാ അവൾ, കള്ളി, നമ്മെ പറ്റിക്കാൻ കയറി മറഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ളവർ ഓടിയെടുക്കുന്നു. അവർ എവിടെ എവിടെ എവിടെ? എല്ലാവരും ആ പ്രതിമയെ ചുറ്റുമുള്ള കുറ്റിച്ചെടികൾ പിഴുതും മെതിച്ചും മാറ്റിയിട്ട് നോക്കിക്കാണുന്നു. പല വിധത്തിൽ ഒരേ സമയം അവരെല്ലാം സംസാരിക്കുന്നതിന്റെ കലപില ശബ്ദം. പറ്റിക്കാൻ പതുങ്ങി നിന്നതാ, കള്ളി, നമ്മെ എത്ര ചുറ്റിച്ചു, ഇറങ്ങി വാ തോഴി എന്ന് മാലാഖമാരെല്ലാവരും കൂടി പറയുന്നു. പ്രതിമയ്ക്ക് ചലനമില്ല. മാലാഖ 4 കുറെ കൂടി അടുത്തേക്ക് ചെന്ന് കയ്യിൽ കയറി പിടിക്കുന്നു. ചലനമില്ലെന്നറിയുന്നു. പെട്ടെന്ന് പരിഭ്രമിച്ച് പിന്നാക്കം ചാടുന്നു. മാലാഖമാർ ഒപ്പം ചോദിക്കുന്നു, എന്താ എന്താ? മാലാഖ 4 പറയുന്നു അവിശ്വാസത്തിന്റെ ശബ്ദത്തിൽ, പ്രതിമയെ തന്നെ നോക്കിക്കൊണ്ട്, അത് അവൾ, കല്ലുപോലെ. മാലാഖ 1 എന്താണ്? പ്രതിമയെ സമീപിച്ച് ശരീരത്തിൽ സ്പർശിക്കുന്നു. മാലാഖ 4-നെ പോലെ തന്നെയുള്ള പ്രതികരണം. അയ്യോ, കല്ലിൽ തൊട്ടതുപോലെ, ഇത് നമ്മുടെ തോഴിയല്ല. മറ്റുള്ളവർ എന്ത്? മാലാഖ 1 ഇത് ശില, ശരീരമല്ല. മാലാഖ 2 നമ്മുടെ തോഴി. മാലാഖ 1 ഇതവളല്ല. മാലാഖ 5 ആര് പറഞ്ഞു? അതേ മുഖം, അതേ വേഷം. മാലാഖ 1 പക്ഷെ ശരീരം. മാലാഖ 3 പറയുന്നു വീണ്ടും സംശയം തീരാൻ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് പറയുന്നത്, കല്ലു പ്രതിമയോ? മാലാഖ 5 നമ്മുടെ തോഴി എങ്ങനെ പ്രതിമയായി? മാലാഖമാർ ആ പ്രതിമയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം. ചിലർ സംശയം തീരാഞ്ഞ് പ്രതിമയുടെ പല ഭാഗത്തും സ്പർശിച്ചു നോക്കുന്നുണ്ട്. മാലാഖ 4 ഇതെങ്ങനെ പറ്റി? 1-മത്തെ മാലാഖ പറയുന്നു, നമ്മൾ എങ്ങനെ പോകും തോഴിയെ കൂടാതെ? മാലാഖ 3 അയ്യോ, എനിക്ക് ഭയമാകുന്നു. 1-മത്തെ മാലാഖ പറയുന്നു, ഈ കാട്ടിൽ വരണ്ടായിരുന്നു. മാലാഖ 3 നശിച്ച കാട്. മാലാഖ 4 ദുർദേവതമാരാരാനും പറ്റിച്ച പണിയാവും. എല്ലാവരും ചേർന്ന് പറയുന്നു, എന്താണിനി മാർഗം? അകലെ നിന്നു വൃദ്ധ നീട്ടി ചൊല്ലുന്ന ഈ വരികൾ കേൾക്കുന്നു. തെച്ചിമലമേലു പോകാതെ പെണ്ണെ, തീകോരിച്ചൊരുകിറ പൂതമുണ്ടേ, അത്തിമലമേലും പോകാതെ പെണ്ണെ, ആയിരവല്ലി കുടിയിരിപ്പുണ്ടേ. വൃദ്ധ പ്രവേശിക്കുന്നു. പടുവൃദ്ധ, ചുക്കിച്ചുളിഞ്ഞ ശരീരം, മുതുകു കൂനിക്കൂടി നടക്കുന്നു. വൃദ്ധയെ കണ്ടതും മാലാഖമാരിൽ 1-മത്തെ ആൾ പറഞ്ഞു, ആ വൃദ്ധയോട് ചോദിക്കാം. മാലാഖ 2 എന്തു ചോദിക്കാൻ? ഭ്രാന്തി. മാലാഖ 1 ഏതായാലും ചോദിച്ചു നോക്കാം, വരിൻ തോഴിമാരെ. മാലാഖമാർ രംഗപുരോഭാഗത്ത് പ്രവേശിച്ചിട്ടുള്ള വൃദ്ധയുടെ ചുറ്റും കൂടുന്നു. മാലാഖ 4 മുത്തശ്ശി, ഹേയ് മുത്തശ്ശി. വൃദ്ധ പാടുപെട്ട് തലയുയർത്തി. ആരാ? ആദ്യത്തെ മാലാഖ ചോദിക്കുന്നു, ഞങ്ങളെ കാണുന്നില്ലേ? വൃദ്ധ കണ്ണും പടുതിയും കാണാൻ വയ്യ, അതാ. മാലാഖ 2 സൂക്ഷിച്ചു നോക്കൂ, മുത്തശ്ശിക്ക് മനസ്സിലാകുന്നില്ലേ? മുത്തശ്ശി പ്രയാസപ്പെട്ട് നോക്കി ചിരിക്കുന്നു. മാലാഖ 5 മനസ്സിലായോ? വൃദ്ധ കിനാവിലെന്നോ കണ്ട മുഖങ്ങൾ, പിറക്കാത്ത എന്റെ മക്കളെപ്പറ്റി മൂവന്തിക്കു കിനാവും കണ്ടിരുന്നപ്പോ. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ദുഃഖത്തിന്റെ നനവ്. ഓർമ്മ വരുന്നുണ്ട് മക്കളെ, നിങ്ങളെല്ലാം. മാലാഖ 3 ഞങ്ങൾ ഒരു കൂട്ടുകാരിയെ തേടി വന്നതാ. വൃദ്ധ കൂട്ടുകാരി. മാലാഖ 1 മുത്തശ്ശിക്ക് അറിയാമോ അവളെ? വൃദ്ധ നിങ്ങളെപ്പോലെ തന്നെയാണോ? മാലാഖ 2 അതെ. വൃദ്ധ നല്ല നക്ഷത്ര കണ്ണും തുടുത്ത മുഖവും. മാലാഖ 1 അതെ അതെ. മാലാഖ 4 പതുക്കെ പറയുന്നു, മുത്തശ്ശിക്ക് എന്തൊക്കെ അറിയാം?
മാലാഖ 3: പറയൂ മുത്തശ്ശി, കണ്ടോ? വൃദ്ധ ചിരിച്ചുകൊണ്ട്: കണ്ടോന്നോ? കണ്ടു മനം നിറഞ്ഞില്ലേ? മാലാഖ 1: എന്നിട്ട്? വൃദ്ധ: ദേ ഈ ചുക്കിച്ചുളിഞ്ഞ കൈകൾ കൊണ്ട്. മാലാഖ 2: കൈകൊണ്ട്? വൃദ്ധ: പൂണ്ടടങ്ങി കെട്ടിപ്പിടിച്ചില്ലേ? മാലാഖ 1 ഉദ്വേഗത്തോടെ: എന്നിട്ട്? വൃദ്ധ: എന്റെ മോള് പൂങ്കുല പോലെ നിന്ന് വിറച്ചില്ലേ? മാലാഖ 4: എന്തിന്? വൃദ്ധ: പേടി. ഹാ, എന്റെ മോള് പേടിച്ചു പോയി. മാലാഖ 5: മുത്തശ്ശിയെ കണ്ടു പേടിച്ചു? എന്നിട്ട്? വൃദ്ധ: എന്നെ കണ്ട് എന്തിനാ പേടിക്കണത്? മാലാഖ 1: പിന്നെ? വൃദ്ധ: ഈ കാട് ഏതെന്നറിയാമോ? മാലാഖ 5: ഇല്ല. വൃദ്ധ: അതാ, ഇത് ഒടങ്കല്ലി മൂലയാ, കാടിന്റെ ഒത്ത മധ്യം. ഇവിടെ സിംഹവും കരടിയും കടുവയും എല്ലാം. വീണ്ടും സിംഹത്തിന്റെ മുരൾച്ച കേൾക്കുന്നു. കേട്ടോ? കേട്ടില്ലേ? മാലാഖ 1: ഞങ്ങളുടെ തോഴിക്ക് എന്തു പറ്റി മുത്തശ്ശി, അതു പറയൂ. വൃദ്ധ: അതല്ലയോ പറഞ്ഞോണ്ട് വരണത്, പേടിച്ചപ്പം ഞാൻ. മാലാഖ 4: പറയൂ. വൃദ്ധ: ഞാൻ അവളെ കല്ലാക്കി, പ്രതിമയാക്കി. ഇവിടെ എവിടെയോ ഉണ്ട്. അതാ വീണ്ടും. മാലാഖമാർ കോപത്തോടെ മുത്തശ്ശിയെ പൊതിയുന്നു. മാലാഖ 4: അപ്പോൾ നീയാണ് ആ ദുർദേവത. മാലാഖ 1: ഞങ്ങളുടെ തോഴിയെ നീ കൊന്നു. മാലാഖ 2: വിടില്ല നിന്നെ ഞങ്ങൾ. വൃദ്ധ ഇതിനിടയിൽ പ്രയാസത്തോടും തിടുക്കത്തോടും പറയുന്നു: അയ്യോ, ഞാന്. മാലാഖ 3: ഒന്നും പറയണ്ട, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. വൃദ്ധ: ഉപകാരം ചെയ്തതിന് ശിക്ഷയോ? മാലാഖ 1: ഉപകാരമോ? പ്രതിമയെ ചൂണ്ടി: ഇതോ? വൃദ്ധ: അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണത്തില്ല, സിംഹത്തിന്റെ വായിലായനെ. അതുകൊണ്ട് ഞാൻ അവളെ ശിലയാക്കി ശലഭത്തെ തേടി വന്ന് സിംഹത്തിന്റെ വായ്ക്കകത്ത് പെട്ട. മാലാഖ 2: ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ. മാലാഖ 4: ശിലയായതിനു ശേഷമോ? നമുക്ക് ഈ വൃദ്ധയെ കൊല്ലാം. വൃദ്ധ: അയ്യോ, എന്നെ വിടൂ, ഞാൻ. മാലാഖ 5: വിടാം, ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. വൃദ്ധ: അതിനെന്താ? മാലാഖ 1 സന്തോഷത്തോടെ: ജീവിപ്പിക്കുമോ? മാലാഖ 2: എനിക്ക് തോന്നുന്നില്ല. വൃദ്ധ: പക്ഷേ ഒരു കാര്യം. മാലാഖ 5: എന്താ? വൃദ്ധ: നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? മാലാഖ 2: ശലഭത്തെ തേടി. വൃദ്ധ: അതാ നിങ്ങളും തോഴിയും ചെയ്തത്. ഉടൻ പോണം, ഇനി ഇവിടെ വരരുത്. മാലാഖ 1: കാരണം? വൃദ്ധ: നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം, എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം ഉണ്ട്. അതൊന്നും മക്കൾ കണ്ടിട്ടില്ല, കാണാതെയും ഇരിക്കട്ടെ. വീണ്ടും ചിത്രശലഭം പ്രവേശിക്കുന്നു. അവരുടെ ഇടയിൽ പാറിക്കളിക്കുന്നു. അതിനോട് പ്രത്യേകിച്ചൊരു പ്രതിപത്തി മാലാഖമാരിൽ പ്രത്യക്ഷം. മാലാഖ 2: അതാ ശലഭം വീണ്ടും. വൃദ്ധ: അതിന്റെ പാട്ടിന് പോയിക്കൊള്ളട്ടെ. ചിത്രശലഭം അല്പം കൂടി പാറിക്കളിച്ചു മറയുന്നു. മാലാഖ 1: എന്താ അതിനെ പിടിച്ചാൽ? വൃദ്ധ: നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ. മാലാഖ 3: അയ്യോ വേണ്ട. വൃദ്ധ: എന്താ പ്രതിമയാക്കിയാൽ? വേണ്ട അല്ലേ? അതുപോലെ തന്നെ അതിനെയും പിടിക്കണ്ട എന്ന് പറഞ്ഞത്. നിങ്ങളും പാറിക്കളിക്കാനുള്ളവരാ. പിടിച്ചടച്ചാ കൂമ്പടഞ്ഞു പോകും, സിംഹത്തിന്റെ വായ്ക്കിരയായി പോകും. മാലാഖ 4: എന്തൊക്കെയായി പറയുന്നത്? വൃദ്ധ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ: കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. സിംഹത്തിന്റെ മുരൾച്ച. വൃദ്ധ: കേട്ടില്ലേ? ഇങ്ങോട്ട് വരവുണ്ടെന്നാ തോന്നുന്നത്. മാലാഖമാരിൽ ഭയം. സിംഹത്തിന്റെ മുരൾച്ച അടുത്തടുത്ത് വരുന്നു. അവർ പലയിടത്തേക്കും രക്ഷയ്ക്ക് വേണ്ടി പാഞ്ഞോടാനായുന്നു. വൃദ്ധ കൂന് നിവർന്ന് പുതിയ ഗാംഭീര്യത്തോടെ തന്നെ: നിങ്ങൾ എവിടെ പോകുന്നു? എങ്ങോട്ടോടിയാലും അതിന്റെ വായിൽ തന്നെ ചാടും. മാലാഖമാർ നിന്ന നിലയിൽ തന്നെ സ്തംഭിക്കുന്നു. വൃദ്ധ: പേടി വരുന്നു ഇല്ലേ? ശലഭത്തിന്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു.
കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു. മാലാഖമാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി. മുരൾച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു. ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്നു മണക്കുന്നു. മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു. വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല. വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. സിംഹം പോയി കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെയും സമീപിച്ച് തഴുകുന്നു. അവരെല്ലാം ജീവൻ വയ്ക്കുന്നു. ജീവൻ വച്ചവർ മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മാലാഖമാർ ആദ്യത്തെ പ്രതിമ ഉൾപ്പെടെ സന്തോഷത്തോടെ വൃദ്ധയ്ക്ക് ചുറ്റും വരുന്നു. വൃദ്ധ, ഇപ്പോ മനസ്സിലായോ? ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവളാ. മാലാഖമാർ, മാപ്പ് മുത്തശ്ശി, മാപ്പ്. വൃദ്ധ, പോകിൻ. ഈ ഒടങ്കല്ലിമൂലയിൽ കാടിന്റെ ഗർഭത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കിൻ. ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കട്ടെ. പോകിൻ, പോകിൻ, പോകിൻ. മുത്തശ്ശി രംഗത്തിന്റെ പിൻഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു. മാലാഖമാർ കൂട്ടമായി പുറത്തേക്ക് കടക്കാനായിരുന്നു. കൂട്ടത്തിൽ മാലാഖ ഒന്ന് പെട്ടെന്ന് ഓർത്തതുപോലെ തെന്നിമാറി മുത്തശ്ശിയുടെ പിന്നാലെ നടന്നു വിളിക്കുന്നു. മാലാഖ ഒന്ന്, മുത്തശ്ശി. മുത്തശ്ശി തിരിഞ്ഞു നിൽക്കുന്നു. മാലാഖ ഒന്ന്, മുത്തശ്ശി. മുത്തശ്ശി ആരാണ്? സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആര്? മുത്തശ്ശി നിവർന്ന് ഗംഭീരമായ ഭാവത്തിലും ശബ്ദത്തിലും മാലാഖമാരെ ഒട്ടാകെ നോക്കി. ഞാൻ പ്രകൃതി. അതേ കുഞ്ഞേ, ഞാൻ ഈ കാട്, നിങ്ങളുടെ അമ്മ. പെട്ടെന്ന് തിരിയുന്നു. കാടിനകത്തു നിന്ന് അനേകം കിളികളുടെ മധുരവും സംഗീതാത്മകവുമായ കൂജനങ്ങൾ ഒന്നിച്ചുയരുന്നു. മാലാഖമാർ പകച്ചു നിൽക്കുന്നു. കർട്ടൻ വീഴുന്നു. പ്ലാവില തൊപ്പികൾ ജി ശങ്കരപ്പിള്ള. സ്വാർത്ഥതയും ഭയവും അഹങ്കാരവും കൊണ്ട് സ്വയം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. തൻകാര്യം നോക്കികളായ ആളുകൾ നീതിബോധമില്ലാതെ എന്ത് അധർമ്മത്തിനും തയ്യാറാവുന്നു. സർവം സഹയായ പ്രകൃതിയെയാണ് നാടകത്തിലെ മുത്തശ്ശി പ്രതിനിധാനം ചെയ്യുന്നത്. മക്കളെ രക്ഷിക്കാൻ എന്തു ത്യാഗത്തിനും തയ്യാറാവുന്ന മാതാവിന്റെ സ്നേഹവാത്സല്യം ഇവയിൽ കാണാം. കാടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാലാഖമാർ പുതിയ സമൂഹത്തെയും കുട്ടികളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ജീവിത പ്രതിസന്ധികളിൽപ്പെട്ടുഴലുന്ന ആധുനിക സമൂഹത്തെയാണ് ഇവരിൽ കാണുന്നത്. പുതുതലമുറയെ വഴിതെറ്റിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഇരുട്ടിന്റെ സന്തതികളെയാണ് സിംഹം പ്രതിനിധീകരിക്കുന്നത്. സ്വാർത്ഥതയുടെ മൂർത്തരൂപമാണ് സിംഹം. ഇത്തരമൊരവസ്ഥയിൽ മക്കളെ രക്ഷിക്കാൻ പ്രകൃതിയാവുന്ന അമ്മ നേരിട്ടിറങ്ങുന്നതാണ് നാടകത്തിന്റെ പ്രമേയം. ചിത്രീകരണം. നാടകം വായിച്ച് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സന്ദർഭം സ്റ്റേജിൽ കാണുന്ന പോലെ താഴെ കൊടുത്ത ഭാഗത്ത് വരച്ച് നിറം നൽകുക. വായിക്കാം, പറയാം. ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു കേൾക്കുക മാത്രം ചെയ്യുന്നു. മാലാഖമാർ നിരാശരായി. മാലാഖമാർ നിരാശരാവാൻ കാരണമെന്തായിരിക്കും? മാലാഖമാർ ഒളിച്ചു കളിക്കുകയായിരുന്ന സമയത്ത് കൂട്ടത്തിലൊരു തോഴിയെ കാണാതെയായി. കാണാതെ പോയ തോഴിയെ തേടി അവർ ഒരുപാട് അലഞ്ഞു. എല്ലായിടത്തും വിളിച്ചന്വേഷിച്ചു. പക്ഷേ അവരുടെ തോഴി എന്ന വിളി പ്രതിധ്വനിച്ചു കേൾക്കുകയല്ലാതെ തോഴിയെ കണ്ടെത്താനായില്ല. അതുകൊണ്ടാണ് മാലാഖമാർ നിരാശരായത്. കണ്ടെത്താം, എഴുതാം. മാലാഖമാരെ വൃദ്ധ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? അവർ അത് അനുസരിക്കാതിരിക്കാൻ കാരണമെന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. നിറങ്ങൾ മോഹിച്ച് അതിനെ പിന്തുടർന്നാൽ അപകടത്തിൽപ്പെടും. ഈ കാട് നിറയെ അപകടങ്ങളാണ്. അതിനാൽ ഉടൻ തിരിച്ചു പോകണമെന്നാണ് വൃദ്ധ മാലാഖമാരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ മാലാഖമാരെന്താണ് പറയുന്നത്? തങ്ങളുടെ തോഴിയെ കൂടാതെ പോവാനാവില്ലെന്ന നിലപാടാണ് മറ്റു മാലാഖമാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തോഴിക്ക് ജീവൻ നൽകണമെന്നാണ് അവർ വൃദ്ധയോട് ആവശ്യപ്പെടുന്നത്. കുറിപ്പ്. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുത് എന്ന് വൃദ്ധ പറയുന്നതിന്റെ പൊരുളെന്ത്? കുറിപ്പെഴുതൂ.
ശലഭങ്ങൾ പ്രലോഭനങ്ങളാണ്. പിടികിട്ടിപ്പോയി എന്ന് തോന്നുമ്പോഴേക്കും അത് തെന്നിമാറിയിരിക്കും. അതിന്റെ വർണ്ണപ്പകിട്ടിൽ മയങ്ങി അതിനെ പിന്തുടർന്നു പോയാൽ പലപ്പോഴും ആപത്തിലും ചതിയിലും പെട്ടേക്കാം. വിശകലനം. മുത്തശ്ശി ആര്? മാലാഖമാരുടെ ഈ ചോദ്യത്തിന് വൃദ്ധ പറയുന്ന മറുപടി: ഞാൻ പ്രകൃതി. അതേ കുഞ്ഞെ, ഞാൻ ഈ കാട്, നിങ്ങളുടെ അമ്മ എന്നാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. സർവം സഹയായ പ്രകൃതിയെയാണ് മുത്തശ്ശിയിലൂടെ കാണാൻ കഴിയുന്നത്. തൻ്റെ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രകൃതിയെയാണ് മുത്തശ്ശി പ്രതിനിധാനം ചെയ്യുന്നത്. മക്കളെ രക്ഷിക്കാൻ എന്തു ത്യാഗത്തിനും തയ്യാറാവുന്ന അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അവരിൽ കാണാം. കഥാപാത്ര നിരൂപണം. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് വൃദ്ധ. വൃദ്ധയുടെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? താഴെ കൊടുത്ത കോളങ്ങളിൽ എഴുതൂ. വൃദ്ധയുടെ രൂപം എങ്ങനെയാണ്? ചുക്കിച്ചുളിഞ്ഞ ശരീരം, വളഞ്ഞ ശരീരം, കൂനിക്കൂടിയുള്ള നടത്തം, കണ്ണ് ശരിക്കും കാണുന്നില്ല, ഇടറുന്ന ശബ്ദം. ഇതൊക്കെയാണ് വൃദ്ധയുടെ രൂപം. സ്വഭാവമോ? സ്നേഹം, രക്ഷിക്കാനുള്ള ത്വര, ജീവിതാനുഭവങ്ങൾ, മാലാഖമാരോടുള്ള വാത്സല്യം, ഇവയെല്ലാം മുത്തശ്ശിയിൽ കാണാം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതെങ്ങനെയാണ്? ശാന്തമായ സംഭാഷണം, സ്നേഹം വഴിയുന്ന പെരുമാറ്റം, കാരുണ്യം, ദീനാനുകമ്പ, ഇതെല്ലാം മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ കാണാം. മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രകൃതി തന്നെ എന്ന സങ്കല്പം. ഇവയെല്ലാം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ്. കുട്ടികളുടെ സദസ്സിനു മുമ്പിൽ അവർക്കിഷ്ടപ്പെടുന്നതും മനസ്സിലാവുന്നതും അവരിൽ ധാർമ്മിക ബോധം വളർത്തുന്നതുമായ നാടകങ്ങൾ അവതരിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ജി ശങ്കരപ്പിള്ളയെക്കുറിച്ചുള്ള ഈ വാക്യം വായിച്ചല്ലോ. പാഠപുസ്തകത്തിൽ നിന്നും മറ്റും അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. ജി ശങ്കരപ്പിള്ളയെക്കുറിച്ച് പാഠഭാഗത്ത് കൊടുത്ത കുറിപ്പൊന്ന് വായിച്ചു നോക്കാം. ജി ശങ്കരപ്പിള്ള 1930-1989 ഇന്ത്യയിലെ നാടക മിഷനറി എന്ന് വിളിക്കാവുന്ന നാടക പ്രചാരകനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. നാടകരചന, സംവിധാനം, അഭിനയം, ദീപക്രമീകരണം, സംഗീതം, ചമയം, രംഗസാമഗ്രികളുടെ നിർമ്മാണം എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലകളും അദ്ദേഹത്തിന് സ്വായത്തമാണ്. ചിറയിൻകീഴിലാണ് ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രഥമ ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1967 നാടകക്കളരി പ്രസ്ഥാനം തുടങ്ങി. തനതു നാടകവേദിയുടെ പ്രചാരകനായിരുന്നു. കുട്ടികളുടെ നാടകവേദി, തെരുവ് നാടകവേദി എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 11 നാടകങ്ങൾ എഴുതി. അവയുടെ സമാഹാരമാണ് പ്ലാവിലത്തൊപ്പികൾ. കൂടാതെ സ്നേഹദൂതൻ, വിലങ്ങും വീണയും, മൃഗതൃഷ്ണ, ബന്ദി, പൂജാമുറി, ഭരതവാക്യം, കറുത്ത ദൈവത്തെ തേടി എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. ജി ശങ്കരപ്പിള്ളയെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ജീവിതകാലം, ജന്മസ്ഥലം, പ്രവൃത്തിമണ്ഡലം, വഹിച്ച പദവികൾ, അദ്ദേഹത്തിന്റെ പ്രശസ്തി, കൃതികൾ, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. പദകോശം. പള്ളം, താണഭൂമി, തമാലവനം, ഇരുണ്ട കാട്, പ്രതിധ്വനി, മാറ്റൊലി, ഭ്രമിച്ചു, മനസ്സിളകി, ദീർഘനിശ്വാസം, നെടുവീർപ്പ്, ചൊരുകിറ, ചൊരിയുന്ന, ആയിരവല്ലി, ഒരു കാട്ടുദേവത, പുരോഭാഗം,
മുൻഭാഗം. പടുതി കിടപ്പ്, അവസ്ഥ. പടുതി കാട്ടുതീ, മൂവന്തി ത്രിസന്ധ്യ, പ്രതിപത്തി ഇഷ്ടം, സ്നേഹം, താൽപ്പര്യം. കൂജനം പക്ഷികളുടെ കൂകൂ ശബ്ദം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.